Hi dear students, ഇപ്പോൾ നമ്മുടെ 8th ചാപ്റ്ററിന്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കൂ, സെക്കൻഡ് പാർട്ടിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? അപ്പം നമ്മൾ ഫ്രാക്ഷൻ ഭിന്നസംഖ്യ എന്താ നിങ്ങൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഈ ഭിന്നസംഖ്യകൾ 3 ടൈപ്പ് ഭിന്നസംഖ്യകളുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾ എന്താണെന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഒന്ന് നോക്കൂ, പ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഭിന്നസംഖ്യ എന്നാണ് പറയാം. അടുത്ത നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലെ, മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ, മിശ്രഭിന്നം, അതാണ് മിശ്രഭിന്നം. മിശ്രഭിന്നം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു ഹോൾ നമ്പറും ഉണ്ട്, അതിന്റെ കൂടെ ഒരു ഭിന്നസംഖ്യയും കൂടെ കൂടുമ്പോഴാണ് മിശ്രഭിന്നം. അടുത്തത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, വിഷമഭിന്നം. ഇങ്ങനെ 3 തരത്തിലുള്ള ഭിന്നസംഖ്യകളാണുള്ളത്. നിങ്ങൾ 3 തരത്തിലുള്ള ഭിന്നസംഖ്യകൾ ഉണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ്, ടൈപ്സ് ഓഫ് ഭിന്നസംഖ്യകൾ. ഇനി നമ്മൾ നോക്കാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഭിന്നസംഖ്യനെ അതിനെ മിശ്രഭിന്നത്തിലേക്ക്, മിക്സഡ് ഫ്രാക്ഷനിലേക്ക് എങ്ങനെ മാറ്റാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഡിവിഷനാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ഓക്കെ, അതിന്റെ ബാക്കി ഭാഗം നമുക്ക് എക്സ്പ്ലെയിൻ ആയിട്ട് പഠിക്കാം. നോക്കൂ, നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 7 liter ഓഫ് മിൽക്ക് ഇസ് ഡിവൈഡഡ് ഈക്വലി എമോങ് 2 kids, how much would each get in liter? അപ്പൊ എന്താണ്, 7 liter ഓഫ് മിൽക്ക് ആണ് അല്ലെ? അപ്പൊ ടോട്ടൽ എത്ര ലിറ്റർ മിൽക്ക് ഉള്ളത്? 7 ആണ് അല്ലെ? 7 liter ഓഫ് മിൽക്ക് ഡിവൈഡഡ് ഈക്വലി എമോങ് 2 kids. എത്ര പേർക്കാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? 2 പേർക്കാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ? ഹൗ മച്ച് would each one get in liter? എത്ര എണ്ണം കിട്ടും, എത്ര വീതം കിട്ടുമെന്നാണ്. ടോട്ടൽ നമ്മളെ കയ്യിലുള്ളത് എത്രയാണ്? 7 liter മിൽക്ക് ആണ് അല്ലെ? ഓക്കെ, 7 liter മിൽക്ക് ആണ്. എത്ര പേർക്കാണ്? 2 പേർക്കാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മളിവിടെ എന്ത് എഴുതി? നമ്മളിവിടെ ഒരു ഭിന്നസംഖ്യ, ഒരു ഫ്രാക്ഷൻ എഴുതി. ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷൻ അതിലേക്ക് മാറ്റണം അല്ലെ? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ എന്താ അതിന് ചെയ്യുക? നമ്മൾ ഇവിടെ ഡിവിഷൻ ചെയ്യണം അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണിക്കാം, നോക്കൂ, ഇവിടെ 7/2 അല്ലെ? നോക്കൂ, 7/2 നമ്മൾ എങ്ങനെയാ ഡിവൈഡ് ചെയ്യുക? ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാ കിട്ടുന്നത്? നോക്കൂ, 7/2 അല്ലെ? 7ല് 2നെ എത്ര പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 പ്രാവശ്യം. 3 × 2 എത്രയാണ്? 6. റിമൈൻഡർ 6 കിട്ടി. അപ്പൊ നമ്മൾ ഇത് കോഷ്യനും കിട്ടി, ഇവിടെ റിമൈൻഡറും കിട്ടി. മിസ് ഇതിനൊരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താ ചെയ്യാ? ഇതിനെ മിശ്ര ഭിന്നത്തിലേക്ക്, മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ചക്രം തിരിക്കുന്ന പോലെ തിരിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു അല്ലെ? 3നെ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ എന്താവും? 3 ഇവിടേക്ക് വരും. ഇനി എന്ത് ചെയ്തു? ഇവിടെ 2 എങ്ങോട്ട് പോവും? 2 താഴോട്ട് പോകും അല്ലെ? 2നെ നമ്മള് ഇവിടെ എഴുതാം, 3 എഴുതി. 2 താഴോട്ട് പോയി. ഇനി എന്ത് ചെയ്യും? ഇവിടെയുള്ള 1 മുകളിലോട്ട് പോകും അല്ലെ? 1ന് മുകളിലോട്ട് പോകും. അപ്പൊ എത്രയാ കിട്ടിയത്? 3 1/2, 3 1/2 എന്ന ഒരു മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് കിട്ടി. മിശ്രഭിന്നം നമുക്ക് കിട്ടി. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. If 6 liter of milk is divided equally among 3 person, how much would each one get? ഇവിടെ നോക്കൂ, ഇവിടെ എത്രയാണ്? 6 ലിറ്റർ ആണ് അല്ലെ? 6/3 അല്ലെ? 6/3നെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് അതിനെ അറിയാം, 6/3നെ നമുക്ക് കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? അപ്പൊ നമുക്ക് അവിടെ എത്രയാണെന്ന് എത്ര ലിറ്റർ കിട്ടും എന്നാ ചോദിച്ചിട്ടല്ലേ? അപ്പൊ നമുക്ക് അവിടെ എത്രയാ കിട്ടുക? 6 liter ഓഫ് മിൽക്ക് 6/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ് അല്ലെ? 2 ലിറ്റർ. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടും? ഹൗ മച്ച് വുഡ് ഈച്ച് വൺ ഗെറ്റ്? 2 liter മിൽക്ക് ആണ് കിട്ടുന്നത്. അപ്പൊ അവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ്, അവിടെ റിമൈൻഡർ ഒന്നും വരുന്നില്ല. അപ്പൊ 2നെ നമുക്ക് ആൻസർ എഴുതാം. ഇനി അടുത്ത നോക്കൂ, 7 pens ആർ ഡിവൈഡഡ് ബിറ്റ്വീൻ 2 person. 7 പെന്ന് ഡിവൈഡഡ് ബിറ്റ് 2 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഹൗ മെനി പെൻസ് വുഡ് ഈച്ച് വൺ ഗെറ്റ്? അപ്പൊ എത്രയാണ് കിട്ടുക എന്നാണ് അല്ലെ? അപ്പൊ 7/2, 7നെ 2 കൊണ്ട് നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്ര കിട്ടുക? ഒരാൾക്ക് എത്രയാണ്? 3.5 ആണ് അല്ലെ? 3.5. അപ്പൊ നമുക്ക് 3 പെൻ കൊടുക്കാൻ പറ്റും. ഒരു പേന നമുക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും 3 പേന കൊടുക്കും. പിന്നെ ഒരു പേന അവിടെ എന്തുണ്ടാവും? റിമൈൻഡർ, ബാക്കി ഒരു പേന വരുന്നുണ്ട് അല്ലെ? ഓക്കെ, അങ്ങനെ നമുക്ക് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 15 meter of cloth is divided equally among 4 person.
15 മീറ്റർ ക്ലോത്ത് ഡിവൈഡ് ചെയ്യുന്നത് എത്രയാണ്? 4 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഹൗ മെനി മീറ്റർ ഓഫ് ക്ലോത്ത് വുഡ് ഈച്ച് വൺ ഗെറ്റ്? ഓരോരുത്തർക്കും എത്ര മീറ്റർ കിട്ടുമെന്നാണ്. അപ്പൊ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 15ൽ എത്ര 4 ഉണ്ട്? 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര 4 ആണ് 15ൽ ഉള്ളത്? 3 ആണ് അല്ലേ? 3 into 4 12 ആണ്. ബാക്കി എത്ര വരുന്നത്? 3 ആണ് അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ എത്ര വരുന്നത്? ഹൗ മെനി മീറ്റർ ഓൺ ക്ലോത്ത് വുഡ് ഈച്ച് വൺ? ഓരോരുത്തർക്കും എത്ര മീറ്റർ തുണി കിട്ടും? 3 3/4. അപ്പൊ അതിന് നമ്മൾ എഴുതുന്നത് നേരെ ചക്രം തിരിക്കുന്ന പോലെ എഴുതി നമുക്ക് എങ്ങനെ എഴുതാം? 3 3/4. 3 3/4 എന്ന് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ് ഈ ചാപ്റ്റർ കേട്ടോ. പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് 250 റുപ്പീസ് ഈസ് ഈക്വലി ഷെയർഡ് ബൈ 8 പേഴ്സൺ. 250 രൂപ 8 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഹൗ മച്ച് മണി വുഡ് ഈച്ച് വൺ ഗെറ്റ്? ഓരോരുത്തർക്കും എത്ര പണം കിട്ടും? റൈറ്റ് ദിസ് ഇൻ റുപ്പീസ് ആൻഡ് പൈസ. ഇതിനെ റുപ്പി ആയിട്ടും പൈസ ആയിട്ടും എഴുതാൻ പറയുന്നത്. ഇവിടെ ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ അതിലേക്ക് മാറ്റിയത് മാത്രമല്ല, പലതിലും പല രീതിയിൽ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ എത്രയാണ്? 250 ആണല്ലേ? അപ്പൊ നമുക്ക് എന്തിനാണ്? 250. അപ്പൊ 250 ബൈ എത്രയാ വരുന്നത്? 8 ആണ് അല്ലേ? 250 ബൈ 8 ആണ്. യെസ്. ഓക്കെ, അതിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യണം അല്ലേ? ഓക്കെ, മിസ് ഇവിടെ കാണിച്ചു തരാം. 250നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. താഴോട്ട് എഴുതാം. 250നെ ഇതുകൊണ്ടാണ് 8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 25ൽ എത്ര 8 ഉണ്ട്? 3 8s ആണ് അല്ലേ? 25ൽ 3 ആണുള്ളത്. 3 പ്രാവശ്യം മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 3 into 8 എത്രയാണ്? 24 ആണ് അല്ലേ? ബാക്കി എത്രയുണ്ട്? ബാക്കി 1 ഉണ്ടാവും. 1 ഉണ്ടാവും. ബാക്കി എത്രയാ വരുന്നത്? ഓക്കെ, 10 വരുന്നുണ്ട് അല്ലേ? 10ൽ എത്ര 8 വരുന്നുണ്ട്? ഒരു 8 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ 1 8s are 8 ആണ്. ഓക്കെ, ബാക്കി എത്ര വരുന്നുണ്ട്? ഒരു 8 8 ആണ്. ബാക്കി എത്ര? സോറി, ഇവിടെ നമുക്ക് 5ന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പൊ എത്ര കിട്ടി? എത്ര 8 10ന്ന് 8 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 2 എന്ന് കിട്ടും അല്ലേ? യെസ്. ഓക്കെ, 2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ നോക്കൂ. ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയ പോലെ നമുക്ക് എഴുതുമ്പോൾ എന്താണ്? ഇവിടെ ചക്രം തിരിക്കുന്ന പോലെ ആവുമ്പോൾ എന്താവും? 31 ഇങ്ങോട്ട് വരും അല്ലേ? 31ന് ഇങ്ങോട്ട് വരും. 8 എങ്ങോട്ട് പോവും? 8 താഴോട്ട് പോവും. 2 എങ്ങോട്ട് പോവും? 2 മുകളിലോട്ട് പോവും. അപ്പൊ 31 2/8 എന്ന് എഴുതാം. ഇനി നോക്കൂ, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന റുപ്പീസ് ആൻഡ് പൈസ, റുപ്പിയും പൈസയായിട്ട് എഴുതണമെന്ന് പറഞ്ഞത്. അപ്പൊ 31 റുപ്പീസ് കിട്ടുന്നുണ്ട്. ഇനി എത്രയാണ് പൈസയായിട്ട് നമുക്ക് എഴുതണം അല്ലെ? 2/8 ആണ്. ഈ 2/8നെ നമുക്ക് പൈസയായിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ലല്ലേ? അതിന് നമുക്ക് ഒന്നും കൂടെ ചെറുതാക്കുമ്പോഴേ നമുക്ക് എത്ര പൈസ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 8ൽ 2 എത്ര പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റും? 4 പ്രാവശ്യം അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ കട്ട് ചെയ്തിട്ട് ഇവിടെ 1/4 എന്ന് എഴുതാം. അപ്പൊ എത്ര കിട്ടും? 31 1/4. 31 1/4 എന്ന് കിട്ടി അല്ലേ? 1/4 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എത്രയാണ്? കാലാണ് അല്ലേ? അപ്പൊ 1 രൂപയുടെ എത്ര പൈസയാണുള്ളത്? 1/4 പൈസ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 25 പൈസയാണ്. അപ്പൊ ടോട്ടൽ ആൻസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ എത്ര രൂപയായിട്ട് നമുക്ക് എഴുതാം? ഓക്കെ, ഈ 31 രൂപയും എത്ര പൈസയാണുള്ളത്? 2/8 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 പൈസയാണ്. അപ്പൊ എത്രയാണ്? 31 രൂപയും 25 പൈസയും. ഓക്കെ, അപ്പൊ ഇത് ക്വസ്റ്റ്യൻ വരുന്നതിനനുസരിച്ച് നമുക്ക് എന്താണോ വരുന്നത് അതിനനുസരിച്ച് ഒരു മിശ്ര ഭിന്നത്തെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റിയിട്ട് എന്താണോ പറയുന്നത് അതനുസരിച്ച് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ മെനി ബോക്സസ് ആർ റിക്വയർഡ് ടു പാക്ക് 100 eggs with 12 in each box? ഹൗ മെനി ബോക്സ് ആർ? എത്ര ബോക്സുകൾ വേണം? ടു പാക്ക് 100 eggs, 100 എഗ്ഗുകൾ പാക്ക് ചെയ്യാൻ. വിത്ത് 12 ഇൻ ഈച്ച് ബോക്സ്, 12 എണ്ണം ഓരോ ബോക്സിലും ആക്കിയിട്ട് 100 എഗ്സിനെ നമ്മൾ അടുക്കി വെക്കുകയാണെങ്കിൽ എത്ര ബോക്സ് വേണ്ടി വരും എന്നാണ്. ഹൗ മെനി ബോക്സ് ആർ റിക്വയർഡ്? എത്ര ബോക്സുകൾ വേണമെന്നാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്താ ചെയ്യേണ്ടത്? 100/12 ആണ് അല്ലെ? 100നെ 12 കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിവിടെ
100/12 എന്ന് എഴുതി. ഇനി നമുക്ക് എവിടെ എന്താ ചെയ്യേണ്ടത്? അവിടെ ഡിവിഷൻ ചെയ്യണം അല്ലേ? ഹരിക്കണം. അപ്പൊ 100നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നോക്കൂ, എത്ര പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റും? നമുക്ക് 8 പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 12 × 8 എത്രയാ വരുന്നത്? 12 × 8 എത്രയാ? നമുക്ക് ചെയ്ത് നോക്കാലോ. എത്രയാണ്? 8 2 16 6 ഇഷ്ടം 1 ഉണ്ട് 1 8 96 അല്ലേ? അപ്പൊ എത്രയാ വരുന്നത്? 8 പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 8 × 12 എത്രയാണ്? 96 എന്ന് വരുന്നുണ്ട് അല്ലേ? യെസ്. ഓക്കെ. ഇനി നമുക്ക് നോക്കാം. ഇതിനെ മൈനസ് ചെയ്യണം അല്ലേ? ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ എത്രയാ ഉണ്ടാവുക? 100 96 പോകുമ്പോൾ എത്രയാ ഉണ്ടാവുക? 4 അല്ലേ? 10 6 പോകുമ്പോൾ 4 ഉണ്ടാവും. പിന്നെ ബാക്കി ഇവിടെ 0 ആണ്. ഇവിടെ ഇല്ല. അപ്പൊ 4. അപ്പൊ നമുക്ക് എത്ര കിട്ടി? കോഷ്യന്റ് 8 കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എത്ര ബോക്സ് കിട്ടി? അപ്പൊ ആദ്യം നമുക്ക് അതിനെ മിശ്ര ഭിന്നത്തിലൊന്ന് എഴുതി നോക്കാം. അപ്പൊ എത്ര കിട്ടുക? 8 4/12. 8 8 എത്രയാണ്? ഇവിടെ എന്ത് ചെയ്തു? ഇതിന് ഓരോന്നും താഴോട്ട് പോകില്ലേ? ഇവിടെ എന്ത് ചെയ്തു? 12ന് 8 ഇങ്ങോട്ട് വരും. 12 താഴോട്ട് പോകും. 4 മുകളിലോട്ട് പോകും. നോക്കൂ, 8 4/12 എന്ന് എഴുതി. ഇനി നോക്കൂ, ഇവിടെ അപ്പൊ നമുക്ക് ഇവിടെ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? എത്ര ബോക്സുകൾ വേണ്ടി വരുമാണെന്ന് അല്ലേ? അപ്പൊ മുട്ടയാണ് നമ്മളിവിടെ ആക്കുന്നത്. അപ്പൊ എത്ര ബോക്സ് വേണം? 8 ബോക്സുകൾ വേണം. അപ്പൊ നമ്മൾ 8 ബോക്സ് എന്ന് എഴുതി. ഇനി എത്ര ബാക്കിയുണ്ട്? ഇനി അടുത്ത ബോക്സിലാക്കണമെങ്കിൽ 8 എണ്ണം വേണം അല്ലേ? അപ്പൊ നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല അല്ലേ? ഇവിടെ 4 എണ്ണം ബാക്കിയുണ്ട്. അപ്പൊ എങ്ങനെ എഴുതുക? 8 ബോക്സുകളാണ്. എത്ര ബോക്സ് വേണമെന്നാ ചോദിച്ചത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 8 ബോക്സുകൾ. ഇനി വേണമെങ്കിൽ നമുക്ക് അത്ര ബാക്കിയുണ്ടെന്നും കൂടെ എഴുതി വെക്കാം. റിമൈൻഡർ എത്രയുണ്ട്? ബാക്കി 4 എണ്ണം ഉണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇനി ലാസ്റ്റില് നമ്മൾ ചെറിയൊരു കാര്യം കൂടെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. നേരത്തെ നമ്മൾ മിശ്ര ഭിന്നം അല്ലെ? ഒരു ഫ്രാക്ഷൻ, ഒരു ഭിന്നസംഖ്യ തന്നിട്ട് അതിനെ മിക്സ്ഡ് ഭിന്നത്തിലേക്ക് മാറ്റുന്നതാണ്. മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നതാണ്. ഇനി ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഒരു മിശ്ര ഭിന്നം, ഒരു മിക്സഡ് ഫ്രാക്ഷൻ തന്നിട്ട് അതിനെ എങ്ങനെ നമുക്കൊരു ഫ്രാക്ഷനിലേക്ക് മാറ്റാം എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ നോക്കൂ, 2 2/3 ഉണ്ട് അല്ലേ? ഇവിടെ എന്താണ്? 5 2/3. അപ്പൊ അതിനെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. നോക്കൂ, ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ട് 8 1/2. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മുകളിലുള്ള ഇവിടെ 8 ആണ് അല്ലേ? 8 ഇവിടെ എഴുതി തരാം. ഇവിടെ 8 ആണ്. 8 1/2 ആണ് അല്ലേ? ഇത് നമുക്കൊരു ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? താഴെയുള്ള ഇവിടെയുള്ള ഈ ഹോൾ നമ്പർ ഉണ്ടല്ലോ, ഈ ഹോൾ നമ്പറും താഴെയുള്ളതും കൂടെ ഗുണിക്കുക. അപ്പൊ 8ഉം 2ഉം ഗുണിച്ചാൽ എത്രയുണ്ടാവുക? 16 അല്ലേ? 8 × 2 16 +1. അപ്പൊ എത്രയായിരിക്കും വരിക? 8 × 2 എത്രയാണ്? 8 2 16ഉം 1 എത്രയാ? 17 അല്ലേ? 17 ബൈ എത്രയാണ്? 17/2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ മുമ്പുള്ള ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പുറത്തുള്ളത് ഇതെങ്ങനെയാ വരിക നോക്കൂ. ഇതെങ്ങനെ അതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ 2 2/3 അല്ലേ? ഇത് രണ്ടും എന്ത് ചെയ്യാം? ഇത് രണ്ടും ഗുണിക്കുക, ഇത് കൂട്ടും ചെയ്യുക അല്ലേ? 2 × 3 എത്രയാണ്? 6. 6ഉം 2ഉം എത്രയാണ്? 8. 8 താഴെയുള്ള 3 എഴുതി കൊടുക്കുക. 8/3. ഇവിടെ ആണെങ്കിൽ നോക്കൂ, ഇത് രണ്ടും ഗുണിക്കുക, ഇത് കൂട്ടുക. അപ്പൊ എന്തായിരിക്കും? 5 3 എത്രയാണ്? 15. 15 + 2 എത്രയാണ്? 16. 16/3. യെസ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ മിശ്ര ഭിന്നം കിട്ടിയാലും മിക്സഡ് ഫ്രാക്ഷൻ കിട്ടിയാൽ അതിനെ ഒരു ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ താഴെ ഉള്ള ഹോൾ നമ്പറിനെയും താഴെയുള്ളതിനെയും ഗുണിക്കുക, മുകളിലുള്ളതിനെ കൂട്ടുക. അപ്പൊ നമുക്ക് അതൊരു ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പറ്റും. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ കേട്ടോ.